ഇവിളിതെന്താ? എടി പതുക്കെ. രമ്യ ഒന്ന് പതുക്കെ പോ. നീ ഇത് എങ്ങോട്ടാ പോണേ? പതുക്കെ. നീ ഒന്ന് വണ്ടി നിർത്തിയേ. എന്താടി? എന്തൊരു സ്പീഡാടി ഇത്. മനുഷ്യൻ പേടിച്ച് ശ്വാസം പിടിച്ചിരിക്കുവായിരുന്നു. അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. രംഭ. ഓടിയാൽ ഏറ്റവും ആദ്യം, പറന്നാൽ ഏറ്റവും ഉയരത്തിൽ. ഋഷിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നിന്റെ അമ്മൂമ്മ പറഞ്ഞു പറ്റിച്ചതായിരിക്കോ? ഏയ് നോ, അമ്മമ്മക്ക് എന്നെ നന്നായിട്ട് അറിയാം. നീ പതിയെ പോണേടി. പിന്നെ മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല. മോളെ എഴുന്നേക്ക് മോളെ. എന്താ? കള്ളു കുടിക്കാൻ എന്നോട് ചോദിക്കാതെ ഗ്ലാസ് എടുത്തു. ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ പിടിച്ച് തള്ളിയിട്ടു. സുഖമില്ലാത്ത കുട്ടിയല്ലേ ചേട്ടാ, എന്തിനാ ഉപദ്രവിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാടാ പന്നി? നിനക്കൊക്കെ എസ് പിയുടെ മകനെ റോഡിലിട്ട് തല്ലാനുള്ള ധൈര്യമുണ്ടോ? പോലീസിന്റെ പ്രതികാരം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി വന്നു വാ, വാടാ വാടാ പോകാം. മോക്കെന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, താങ്ക്സ് ചേട്ടാ. ചേട്ടന്റെ അച്ഛൻ ഇവിടുത്തെ എസ് പി ആണോ? എന്ത് എസ് പി? ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനൊരു നാരങ്ങ വെള്ളം എടുക്കട്ടെ. ഹലോ അമ്മേ. എവിടാ നീ? അത് ഞാൻ പറഞ്ഞില്ലേ അമ്മേ. അവര് റിസോർട്ട് തുടങ്ങാൻ പോകുന്നിടത്ത് നിനക്കെന്താ കാര്യം? അമ്മേ, ജസ്റ്റ് 2 days. എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ജസ്റ്റ് 2 days. എന്നെ കൊണ്ട് ഇനി വിളിപ്പിക്കരുത്. ശരി, ഓക്കെ. ഓക്കെ, ജസ്റ്റ് 2 days. എന്നെ കൊണ്ട് ഇനി വിളിപ്പിക്കരുത്. ശരി, ഓക്കെ. ചേട്ടാ. അച്ഛനല്ല, അമ്മയെ എസ് പി.
അയ്യോ എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ആട്ടുംകുട്ടിയാ. നിൽക്കണ്ട, നമുക്ക് പോവാം. ഏയ് അത് ശരിയല്ല. ഭഗവാനെ, എന്ത് ഭഗവാ മക്കളെ നിങ്ങളീ കാണിച്ചേ. വിവരമില്ലാത്ത ആൾക്കാരാ. തേജ പറഞ്ഞതാ ശരി. വാ നമുക്ക് പോവാം. വണ്ടി എടുക്ക. നിങ്ങളെ വിടൂല്ലടി മഹാഭാവികളെ. പോവരുത്, അവിടെ നിൽക്ക്. അയ്യോ എന്റെ ആട്ടുംകുട്ടി. അയ്യോ അയ്യോ എന്റെ ആടിനെ ഇനി എന്ത് ചെയ്യും? എന്താ ജാനകിയമ്മേ? നോക്കുമോളെ, എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ആട്ടിൻ കുഞ്ഞ. ഞാൻ ആടിനെ ഇല പറിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു മോളെ. ഇത് പുല്ല് നിന്നോണ്ട് നിൽക്കായിരുന്നു. എവിടുന്നോ വന്നൊരു കാറ്. ആ വന്ന കാറ് ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയി. വിളിച്ചിട്ട് നിന്നില്ല മോളെ. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ആഹാ, എന്നാ അവര് നമ്മുടെ ഗ്രാമം വിട്ടു പോവില്ല. ഇതിനെ ഒന്ന് പിടിച്ചടിയേ, ഞാനിവിടെ പോയിട്ട് വരാം. നീ എന്താടി ചാവാൻ ഇറങ്ങിയതാണോ? നീ എന്താ കൊല്ലാൻ ഇറങ്ങിയതാണോ? ആട്ടുംകുട്ടി ഇടിച്ചിട്ട് ഒന്ന് നിർത്താനുള്ള മര്യാദ കൂടിയില്ലേ നിനക്ക്? ആട്ടുംകുട്ടി ഇടിച്ചോ? ആര്? നിങ്ങൾ തന്നെ. ഏതാടിന്റെ കാര്യ നീ പറയുന്നത്? ഞങ്ങളൊരാടിനെയും തട്ടിയിട്ടില്ല. ആ തെളിയിച്ചേരട്ടെ ഞാൻ. ആ പാവൻ ജാനകിയമ്മയെ വിളിച്ചോണ്ട് വരട്ടെ. മോളെ മോളെ. ആ ജാനകിയമ്മേ, ഈ വണ്ടി എന്നല്ലേ ഇടിച്ചത്? അതെ, ഇത് തന്നെയാ. ഇവരൊക്കെ തന്നെയാ. റോഡേ വണ്ടികൾക്ക് പോവാനുള്ളതാ. വീട്ടുമൃഗങ്ങളെ അഴിച്ചുവിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ് ഇനി പറഞ്ഞേ? പോ തള്ളേ. നിന്റെ ഒരു കാറ്. നിനക്ക് ഞാൻ ആരെന്ന് അറിയില്ല. അയ്യോ, എന്റെ കബനി മോളെ അടിച്ചേ. അയ്യോ, നാട്ടുകാരെ ഓടി വരുന്നേ. എന്റെ മോളെ അടിച്ചേ. എന്താ പ്രശ്നം? കബനി മോളെ അടിച്ചു. നീയാണോടാ അടിച്ചത്? കൊച്ചിനെ അടിച്ചോ?
എന്ത് തോന്നിയ അവര് കാണിച്ചത് അവരുടെ സംസ്കാരം, നമ്മൾ ശീലിച്ചത് അതല്ല. കണ്ടല്ലോ, ഇവര് കരുത്ത് കാണിച്ചാ നിങ്ങൾ തോൽക്കും. ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് അതിന്റെ കാരണം എന്താണെന്ന് നോക്കണം. അതാണ് കോമൺ സെൻസ്. ജാനകിയമ്മ പൊക്കോ. സൂര്യ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെയുള്ള എല്ലാ ബിസിനസ്സും സൂര്യ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാ ചെയ്തത്. ഈ പ്രോജക്റ്റ് എങ്കിലും സ്വന്തം ഇഷ്ടത്തിന് ചെയ്തൂടെ? അമ്മ പറയുന്നത് നല്ലതാണെങ്കിൽ അനുസരിക്കാതിരിക്കുന്നതിന്? എന്നോട് മോളോട് ഇഷ്ടമില്ല, അതാ കാര്യം. ലുക്ക് മേനക, ഇതൊരു ബിസിനസ് ട്രിപ്പ് മാത്രമല്ല, ഒരു പ്ലഷർ ട്രിപ്പ് കൂടി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏയ്, What happened? രംഭ ഒരുത്തി കാറ് കണ്ടോ ആന്റി? അവര് കുറെ പേരുണ്ടായിരുന്നു. എന്റെ മോളെ ഇങ്ങനെ ചെയ്യാൻ ഒരുത്തിക്ക് ധൈര്യോ? ആരാ അവള്? കബനി, അതാ അവളുടെ പേര്. കബനി. For the first time in my life, കബനി. അവളെ ഞാൻ എന്താ എന്താ കാര്യം? എന്തായാലും എന്താ? മോള് വിഷമിക്കണ്ട. നമ്മൾ ഈ നാട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് അവളെ കണ്ടുപിടിച്ച് നിന്റെ അമ്മ കണക്ക് ചോദിച്ചിരിക്കും. നമ്മുടെ നാടിന്റെ അഭിമാനമായിരുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ സ്മരണാർത്ഥമുള്ള കബഡി മത്സരം പതിവ് പോലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ 21-ാം തീയതി നടക്കുകയാണ്. ഇത്തവണ നമ്മുടെ ക്ലബിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് എടമുട്ടം പഞ്ചായത്താണ്. അവരെ നേരിടാൻ നമ്മുടെ കുട്ടികൾ മാത്രം മതിയോ അതോ പുറത്തുനിന്ന് ആരെങ്കിലും ഇറക്കണമെന്ന് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിക്കണം. അതിപ്പോ ഇത്രയും നാൾ നമ്മൾ ഈ ട്രോഫി ഇവിടെ സൂക്ഷിച്ചത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണോ? അല്ലല്ലോ, നമ്മുടെ പെൺകുട്ടികൾ പുലികളല്ലേ. കബനിയല്ലേ നമ്മുടെ നാടിന്റെ ക്യാപ്റ്റൻ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പുറത്തുനിന്ന് ആരും വേണ്ട, നമ്മുടെ കുട്ടികൾ മതി. അതല്ലേ അല്ലേ ശരി? അത് മതി. അപ്പോ ശരി, അങ്ങനെ തന്നെ തീരുമാനിക്കാം. നമ്മുടെ നാടിന്റെ അഭിമാനം നമ്മുടെ കുട്ടികൾ കാക്കട്ടെ. അത് മതി. ഈ മാസം 21-ാം തീയതി നടക്കുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്മാരക കബഡി ടൂർണമെന്റിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ബാബു, നോട്ടീസ് ഇട്ടുകൊടുറാ. നോട്ടീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെന്താ പഞ്ഞം കാണിക്കുന്നത്? എന്റെ സനീഷേ, പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അഭിമാനം രാജ്യത്തും രാജ്യാന്തര തലത്തിലും എത്തിച്ച ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്മാരക കബഡി ടൂർണമെന്റിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. എടമുട്ടം പഞ്ചായത്തിലെ പെൺപടയെ നമ്മുടെ പെൺപുലിക്കുട്ടികൾ നേരിടുന്നത് കാണാൻ മുഴുവൻ നാട്ടുകാരെയും മേലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോ വീട്ടിലെ കുട്ടികളെ അടിച്ചാ പഠിപ്പിക്കുന്ന. ഞാനിവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല. എനിക്ക് പഠിക്കണം, ഞാൻ പോകും. ചായ ഇപ്പൊ എടുക്കാവേ. സിറ്റിയിൽ നിന്നെ ഞാൻ പഠിക്കാൻ വിടൂല, അതിനു വേണ്ടി കഴിക്കാതിരിക്കണ്ട.
കബനി പോയിരുന്ന് കഴിച്ചേ. ഇങ്ങനെ അടച്ചിട്ട് വളർത്താനാണെങ്കിൽ അമ്മ പിന്നെ എന്തിനാ എന്നെ സ്കൂളിൽ അയച്ചത്? എന്നെ എന്താരെങ്കിലും കൊത്തിക്കൊണ്ടുപോവോ? കൊണ്ടുപോകും. തള്ളക്കോഴി മക്കളെ ചിറകിനടിയിൽ ഒതുക്കുമ്പോ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് ആ മക്കൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ആകാശത്തിലെ കഴുകൻ കണ്ണ് അമ്മ മാത്രമേ കാണുന്നുണ്ടാവൂ. വന്നിരിക്കടി, നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? നിന്നോട് കഴിക്കാനാ ഞാൻ പറഞ്ഞത്. കഴിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പെരുമ രാജ്യാന്തര തലങ്ങളിലേക്ക് ഉയർത്തിയ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്മരണാർത്ഥം നടത്തുന്ന കബഡി ടൂർണമെന്റിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ നാടിന്റെ രോമാഞ്ചം കബനി നയിക്കുന്ന കബഡി ടൂർണമെന്റ്. നമ്മുടെ കബനി, നമ്മുടെ നാടിന്റെ രോമാഞ്ചമായ കബനി നയിക്കുന്ന കബഡി ടൂർണമെന്റിലേക്ക് മുഴുവൻ നാട്ടുകാരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കബനി നയിക്കുന്ന നമ്മുടെ ടീമിന്റെ മത്സരം കാണാൻ നിങ്ങളേവരെയും ഞങ്ങൾ ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളേവരെയും ഞങ്ങൾ ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ വർഷവും ആവേശപൂർവ്വം നമ്മൾ നടത്തി വരാറുള്ള കബഡി മത്സരം. ഈ കബഡി മത്സരത്തിൽ നമ്മുടെ ടീമിനെ നയിക്കുന്നത് നമ്മുടെ കബനി നയിക്കുന്ന മത്സരം കാണാൻ ഇടമുട്ടത്തിന്റെ പെൺപടയെ നമ്മുടെ പെൺകുട്ടികൾ മലർത്തിയടിക്കുന്ന കാഴ്ച കാണാൻ പ്രിയമുള്ളവരെ ഏവർക്കും സ്വാഗതം, ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. പ്രിയമുള്ളവരെ, കൃത്യം 4 മണിക്ക് തന്നെ എല്ലാവരും ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുവാൻ സ്നേഹമഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ വർഷവും നമ്മുടെ നാടിന്റെ രോമാഞ്ചമായി നടക്കുന്ന കബഡി ടൂർണമെന്റിന്റെ നോട്ടീസ്. എന്റെ പേരൊക്കെ ഉണ്ട്. ഒന്നിനും പോണ്ട നീ. അപ്പൂപ്പ, കബഡി കൂടി എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. വഴിയുണ്ടാക്കാം, നീ കളിക്കും. ഇങ്ങനെയാണോ ചെയ്യാ? എന്തായി കാണിച്ചേ? ഒന്നുകൂടെ പോയിട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോ കൈക്കത് പിടിക്കാം. അപ്പോ നമുക്ക് എന്താ വീഴില്ല. എന്നിട്ടൊരൊറ്റ വലി. അപ്പൊ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ബാക്കിൽ കവർ ചെയ്യണം. ഓക്കെ ഓക്കെ. നോക്ക്, അത് മറ്റേവളല്ലേ? അതെ. എന്താ അവര് കളിക്കുന്നേ? Come on. ഓ, നീയോ?